ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചക്ക. മിക്ക വീടുകളിലും അത് ഉണ്ടാവും, കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ. അപ്പോൾ ചക്കപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അതിനുവേണ്ടി വേണ്ടത് ചക്കപ്പഴമാണ്. അപ്പം ഒരുപാട് പഴുത്ത് ഉലുന്തിയ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചക്കപ്പഴമല്ല വേണ്ടത്, എന്നാൽ ചുളയോടുകൂടി നല്ല മധുരമുള്ള നല്ല പഴുത്ത ചക്കപ്പഴം ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 5, 8, 10 ചുള ചക്കപ്പഴം വലുതാണ് കേട്ടോ. വലുതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പം എനിക്ക് തേങ്ങ ഇച്ചിരി അധികം വേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നു. തേങ്ങയൊക്കെ അധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറുജീരകവും ഏലക്കയും കൂടെ ചതച്ച് എടുത്തേക്കുന്നതാണ് കേട്ടോ, പൊടിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ വേണ്ടത് ശർക്കരയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വലിയ ഒരുണ്ട ശർക്കരയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. മധുരം ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇത്രയും തന്നെ ഇതിൽ ചേർക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മധുരം കുറച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇനി ആ ശർക്കരയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ, നേർക്കെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നമുക്ക് അലിയിപ്പിച്ച് പാനിയാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി അധികം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമുക്ക് ചക്ക വിളയിച്ചെടുക്കാനുള്ളതാണ്. അപ്പം അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ ഇരുന്ന് തിളച്ച് അലിഞ്ഞു വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ശർക്കര പാനിയായി കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് അരിച്ചെടുക്കാം. എന്തെങ്കിലും കല്ലും മണ്ണും പൊടിയും പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഒരു കടായിലേക്ക് ശർക്കരപ്പാനീനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ അധികം വെള്ളമുള്ള പോലെ തോന്നും, കുഴപ്പമില്ല. കാരണം ശർക്കര പാനിയിൽ കിടന്ന് ഈ ചക്കപ്പഴത്തിൽ മധുരമെല്ലാം നന്നായി പിടിച്ച് ചക്കപ്പഴം ഇച്ചിരി വെന്ത് ഇച്ചിരി അലുത്ത് നന്നായി കിട്ടണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുക. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും ചെറുജീരകവും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക. തിളച്ച് വരുമ്പോഴത്തേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അതവിടെ ഇരുന്ന് വേകുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ബോൾസ് തയ്യാറാക്കാം. ആ ബോൾസും കൂടെ ചേർക്കുമ്പോൾ ആ മധുരമൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുവേണ്ടി ഞാനിവിടെ അത് തയ്യാറാക്കാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മാവ് വാട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി വെള്ളം വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പും കൂടി ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത മാവിനെ വെള്ളമോ എണ്ണയോ തടവി നല്ല രീതിയിലൊന്ന് മയത്തിലൊന്ന് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോളുകളാക്കിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ബോളുകളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോൾസ് എന്തോരം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് ഇച്ചിരി അധികം വേണം കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം എടുത്തതാണ്. എനിക്ക് അത് മധുരത്തിൽ ഇങ്ങനെ കൂട്ടി ചെയ്ത് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അധികം വേണ്ട, ചക്കയാണ് അധികം മുന്നോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചക്ക അധികം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ബോൾസ് ഇഷ്ടമാണ്, ഞാൻ ഇച്ചിരി അധികം ബോൾസ് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയിട്ടാൽ മതിയേ. ബോൾസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ ചക്ക നല്ല രീതിയിൽ വിളയിച്ച് കിട്ടിയിട്ടുണ്ട്. ശർക്കരപ്പാനി തേങ്ങയും ചക്കയും എല്ലാം നല്ല രീതിയിൽ ശർക്കരപ്പാനി കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബോൾസും കൂടെ ഇട്ട് ബോൾസിലും കൂടെ ശർക്കരപ്പാനി ഒന്ന് കോട്ട് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഒരു 5-8 മിനിറ്റ് ഇട്ടാൽ മതിയാവും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അധികം കുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ, നമ്മൾ വാട്ടിയ മാവല്ലേ, അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പം മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം ചേർക്കില്ല കേട്ടോ, നമ്മൾ മാവ് വാട്ടാൻ നേരത്ത് ഉപ്പ് ചേർത്തല്ലേ. അപ്പോൾ ഒന്ന് ടേസ്റ്റിന് വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. 6-7 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ വെന്ത് നല്ല രീതിയിൽ കോട്ട് ചെയ്ത് എല്ലാത്തിലും ശർക്കര കോട്ട് ചെയ്ത്
നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും തിക്നെസ് കിട്ടുന്നതാണ് ഇഷ്ടം. തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, എന്തോരം വേണ്ടെങ്കിൽ ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ തിക്കിലെടുത്ത് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം കൂടെ നല്ല രീതിയിൽ ശർക്കരയിൽ കോട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. മധുരപ്രിയർക്കൊക്കെ ഇത് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കസൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് ചക്കസൂ എന്നാണ് പറയുന്നത്. ചക്ക വരട്ടിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എല്ലാവർക്കും ചക്കപ്പഴമൊക്കെ അവൈലബിൾ ആണല്ലോ. ചെയ്ത് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.